നമ്മൾ ആലിയ ഭട്ട് വൈറലാക്കിയ ആ കേക്ക്, ആ മിൽക്ക് കേക്ക് കഴിക്കാൻ പോകും. നമ്മൾ ആലിയ ഭട്ട് വൈറലാക്കിയ ആ കേക്ക്, ആ മിൽക്ക് കേക്ക് കഴിക്കാൻ പോകും. എന്നിട്ടോ ഇതിൻ്റെ സത്യസന്ധമായ റിവ്യൂ നമ്മൾ ഇന്നിടും. ആലിയ ഭട്ടൊന്നും അല്ല. കാരണം ദുബായിൽ എല്ലാവർക്കും ഒരുപാട് ഫേക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ കേക്കിൻ്റെ പേരിൽ. ആലിയ ഭട്ട് എന്തോ ഇതിനകത്തുള്ളത് ഞാൻ നോക്കട്ടെ. പശുമ്പാല് തന്നെയാണല്ലോ ചേർത്തേക്കുന്നത്. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കേക്ക്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഗൈസ്, ഇനി ഫൈനലി നമ്മൾ ആലിയ ഭട്ട് വൈറലാക്കിയ ആ കേക്ക്, ആ മിൽക്ക് കേക്ക് കഴിക്കാൻ പോകുന്നത്. ലെറ്റോയിലാണുള്ളത്. മാത്യു സാർ പറഞ്ഞ ലെറ്റോയിലാണെന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. എമിൽ ബ്രോ കാശ് കൊടുക്കുന്നു, നമ്മൾ കഴിക്കുന്നു. വാ എമിൽ ബ്രോ, ഇതിൻ്റെ സത്യസന്ധമായ റിവ്യൂ നമ്മൾ ഇന്നിടും. ആലിയ ഭട്ടൊന്നും അല്ലെന്നുള്ള റോയിക്കറ്റയ്ക്ക് തെളിയിക്കും. അല്ല സാറ് പറയട്ടെ. കാരണം എന്നോടിത് ചെയ്യണമെന്ന് മാത്യു സാർ വളരെ ഇതായിട്ട് പറഞ്ഞു. കാരണം ദുബായിൽ എല്ലാവർക്കും ഒരുപാട് ഫേക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ കേക്കിൻ്റെ പേരിൽ. ഒരു 10 പൈസ പോലും ഇല്ലാത്ത ആളുകൾ പോലും ഇവിടെ വന്ന് ഈ കേക്ക് കഴിക്കുന്നു. എന്തിന്? ആലിയ ഭട്ട് എന്തോ ഇതിനകത്തുള്ളത് ഞാൻ നോക്കട്ടെ. പശുമ്പാല് തന്നെയാണല്ലോ ചേർത്തേക്കുന്നത്. ഈ കേക്കാണ് ആലിയ ഭട്ട് വൈറലാക്കിയത്. ഇതിപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൂടെ മാത്യു സാറും ഉണ്ട്. അങ്ങനെ നമ്മൾ ആലിയ ഭട്ട് വൈറലാക്കിയ ഈ ലെറ്റോ എന്ന് പറയുന്ന കഫേ വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് ആലിയ ഭട്ട് വൈറലാക്കിയ മിൽക്ക് കേക്ക് കഴിക്കാൻ വേണ്ടിയാണ് കേസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ്, ഇതാണ് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കേക്ക്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. കേസ്, ഈ കേക്ക് ആലിയ ഭട്ട് കഴിച്ച് വൈറലാക്കിയ കേക്ക്, അതിൻ്റെ സത്യസന്ധമായ റിവ്യൂ, എഗെയിൻ ബ്രാക്കറ്റിൽ സത്യസന്ധമായ റിവ്യൂ നമ്മൾ റോബിക്കറ്റയ്ക്ക് പറയാൻ പോകുന്നത് കേസ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ആക്കി മിൽക്കും ഒക്കെ ആയിട്ടൊന്ന് എടുത്ത് സെറ്റാക്കി നല്ല റിച്ച് ആണെന്ന് ഗൈസ് ഒറ്റയടി കണ്ടാൽ തന്നെ അറിയാം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് തോന്നുന്നില്ല അങ്ങ് അടിപൊളി എന്നൊന്നും പറയാനില്ല, പക്ഷേ ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കൊള്ളാം. നമുക്കിനി ഓരോരുത്തർക്കും കൊടുക്കാം. കൂടെ നമ്മുടെ എമിൽ ബ്രോ ഉണ്ട്. എമിൽ ബ്രോ കഴിച്ചിട്ട് മാത്യു സാർ കഴിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അതാണ് മാത്യു സാറ് നല്ല ഗൈസ്. ഞാനങ്ങനെ അടിപൊളി എന്ന് പറയുന്നില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതെന്താ കസ്റ്റേർഡ് പോലത്തെ മിൽക്കാണ്, കട്ട മിൽക്കാണ്. വേണ്ട, നീ ട്രൈ ചെയ്യാം. അങ്ങനെ ഗൈസ്, കേക്ക് ഇസ് ഓക്കെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ബെസ്റ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ആലിയ ഭട്ട്, please stop giving these kind of bad reviews or maybe fake reviews. Robica won't let you do this. Okay, so screw you. I came all the way from Vancouver just to try this cake.